അനുകീർത്തി, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഇന്ന് ഞങ്ങക്ക് സ്കൂളിൽ പോണ്ടല്ലോ അച്ഛാ. ഞങ്ങൾ അച്ഛനെ ഹെൽപ്പ് ചെയ്യാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് പോയി ചെയ്യാൻ നോക്ക്. ഹോംവർക്ക് ഒക്കെ ഇപ്പോഴേ ചെയ്തു കഴിഞ്ഞു അച്ഛാ. മാൻ എഴുന്നേറ്റ് ഉടനെ ഓടും. അതുപോലെ അബി കേസിന്ന് രക്ഷപ്പെട്ടു വന്ന ഉടനെ തട്ടുകട തുടങ്ങാൻ ഓടിയിരിക്കുന്നു. അയ്യോ, നമ്മളെ വീണ്ടും മാവ് അരപ്പിക്കും. ഇനി വീണ്ടും പ്ലേറ്റ്സും കഴിപ്പിക്കുമെന്നോ? ഉറപ്പായി ആ ജോലി നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിക്കും. വെറുതെ ഇരുന്ന് അവര് ചോറ് തരൂ. അയ്യോ, എന്നെ കൊണ്ട് ആ ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല ആന്റി. ഞാൻ ഇവിടുന്ന് പോവാം. നിക്ക്. നിന്റെ അമ്മയും അച്ഛനും നാട്ടിലില്ല, അഖിൽ വീട്ടിലും ഇല്ല. നീ എവിടെ പോകും? ഇവിടെ ഇരുന്ന് മാനേജ് ചെയ്താ മതി. ആ എങ്ങനെ മാനേജ് ചെയ്യാനാ ആന്റി? ഭാവനേട്ടത്തി ഭാസ്കരേട്ടനും കൂടി ഇല്ല. എല്ലാ ജോലിയും നമ്മുടെ തലയിലാകും. നമ്മള് നടുവേദന തലവേദന എന്നൊക്കെ പറഞ്ഞ് ഇതിന്ന് രക്ഷപ്പെടാൻ നോക്കാം. നല്ല ഐഡിയ ആന്റി. എനിക്ക് തലവേദന, ആന്റിക്ക് ഇടുപ്പ് വേദന. ഡി, ഞാൻ എന്താ കിളവിയാണോ ഇടുപ്പ് വേദന ഒക്കെ ഉണ്ടാവാനായിട്ട്? എന്നാ ആന്റിക്ക് കാലുവേദന, എനിക്ക് കൈവേദന. ഇത് ഫിക്സ്. വാ പോവാ. എന്തു പറ്റി ആന്റി? എന്താ? എങ്ങനെയുണ്ടടി? കോഫി. അമ്മേ, സുമംഗലിളയമ്മയും കാർത്തികയും എവിടെ? അകത്ത് തന്നെ ഉണ്ടാവും വസു, പോയി നോക്ക്. ഇവിടുത്തെ ജോലിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി എവിടെയെങ്കിലും ഒളിച്ചിരിക്കായിരിക്കും. ചെന്ന് നോക്ക്. കാർത്തിക ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ പറ്റിയ നിങ്ങൾക്ക്? എന്ത് പറയാനാ മോളെ, രാത്രി മുതൽ തുടങ്ങിയതാ ഈ കാലുവേദന. എന്റെ കൈ വേദനിച്ചിട്ട് വയ്യ എടുത്തേ. അതുകൊണ്ടാ കാലിനും കൈക്കും ബാമ തേച്ച് ഒഴിഞ്ഞോണ്ടിരിക്കുന്നെ. പോയ അഭിയോട് ഒരു ഓട്ടോ വിളിച്ചോണ്ട് വരാൻ പറ മോളെ, ഞങ്ങൾ ആശുപത്രി പോയിട്ട് വരാം. അതെ ഏട്ടത്തി, ഒരു 2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതാ നല്ലത്. 2 ദിവസം പോരടി, കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും കിടക്കണം. നീ എന്റെ കാലിലേക്ക് പിടി, വേദന സഹിക്കാൻ പറ്റുന്നില്ല. ജോലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് പുതിയ പ്ലാനിങ് എന്തോ ചെയ്യുന്നുണ്ടല്ലോ. അല്ല, നിങ്ങൾ എന്താ ജോലി ചെയ്യുന്നെന്നാ ഞാൻ കരുതിയത്. ഈ വേദനയും കൊണ്ട് എങ്ങനെയാ മോളെ ജോലി ചെയ്യുന്നേ? ജീവൻ പോകുന്നത് പോലത്തെ വേദനയാണ്. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലോ. എന്താ ഏട്ടത്തി? പോക്കറ്റ് മണി. പോക്കറ്റ് മണി എന്ന് വെച്ചാ? ഇന്ന് മുതല് ആരൊക്കെ ജോലി ചെയ്യുന്നോ അവർക്ക് ഏട്ടൻ പൈസ കൊടുക്കാന്ന് വിചാരിക്കുക. പിന്നെ പുതിയ ഡ്രസ്സുകള്, സാരികളൊക്കെ കൊടുക്കുന്നാ പറഞ്ഞത്. അങ്ങനെയോ? അത് പറഞ്ഞോടായിരുന്നോ? വാ വസു, എന്ത് ജോലി ചെയ്യണമെന്ന് പറ, ഒരു നിമിഷം കൊണ്ട് ചെയ്തുതരാം. ഒന്ന് നിക്ക ആന്റി, ജോലി ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഏട്ടത്തി വാ, എല്ലാ ജോലികളും ഞാൻ തന്നെ ചെയ്യാം. അതെന്താ? എന്തോ വേദനയുണ്ടെന്നല്ലേ പറഞ്ഞത്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമെന്നൊക്കെ പറഞ്ഞല്ലോ. ഈ വേദനയെല്ലാം ജീവിതകാലം മുഴുവൻ ഉണ്ടാവില്ല വസു, അത് വരും പോകും, അതങ്ങനെയാ. ഓ അതെ ഏട്ടത്തി, ഞങ്ങള് ബാമ തേച്ചല്ലോ, ഇപ്പൊ വേദന കുറഞ്ഞു. ഷുവറാണല്ലോ. ശരി, എന്നാ നിങ്ങൾ ജോലി തുടങ്ങിക്കോ. ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസ് എല്ലാം എടുത്തു വെക്ക്. ശരി. അമ്മേ, ഇന്ന് ഞങ്ങളും നിങ്ങളുടെ കൂടെ വരുവാ. നിങ്ങൾ എങ്ങോട്ട് വരുന്ന കാര്യ? ഈ തട്ടുകട എവിടെ കൊണ്ടുവന്നോ അവിടെ ഞങ്ങളും വരും. അതിന്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിലിരുന്ന് മര്യാദയ്ക്ക് പഠിക്കാൻ നോക്ക്.
അമ്മ മഹാമായ ഒരു അറിയിപ്പ് തരാൻ പറഞ്ഞിട്ടുണ്ട്. ജാതകം പറയും, ഭാവിയും പറയും, നിങ്ങളുടെ മുഖലക്ഷണവും പറയും. ഉള്ളത് തന്നാ മതി. അതിനൊന്നും ഞങ്ങൾക്കിപ്പോ സമയമില്ല. ഈ കാശ് വാങ്ങിട്ട് പൊയ്ക്കോളൂ. ആ, നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. പാർവതിയും പരമേശ്വരനും പോലെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു കാര്യം പറയാം. ഇപ്പൊ വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇത് കേൾക്കണം സ്വാമി. ഒരു പ്രശ്നത്തിൽ നിന്ന് ഇപ്പൊ പുറത്തു വന്നതേ ഉള്ളൂ. ഇനി ഒരു വലിയ വിപത്ത് വരാൻ പോകുന്നു. പ്രശ്നമോ? അതേ അമ്മേ, സീതയെയും രാമനെയും പോലെയുള്ള നിങ്ങളുടെ നടുവിലേക്ക് ഒരു ശൂർപ്പണക വരാൻ പോകുന്നു. ആ രാക്ഷസിയോട് സൂക്ഷിച്ച് നിങ്ങൾ പെരുമാറണം. കാരണം എന്തെന്നാൽ അവൾ എല്ലാവരെയും നശിപ്പിക്കും. നിങ്ങളുടെ ബന്ധത്തിൽ അവൾ വിള്ളലുകൾ ഉണ്ടാക്കും. വസുന്ധര, താൻ ഇവിടെ നിൽക്കുക. നിങ്ങൾ ആവശ്യമില്ലാതെ പേടിപ്പിക്കരുത്. കാശ് തന്നില്ലേ? പോവാൻ നോക്ക്. പണത്തിന് വേണ്ടിയല്ല ഞാൻ പറഞ്ഞത് സ്വാമി. ഇതെല്ലാം പറഞ്ഞത് ഞാനല്ല. നിങ്ങളെ കണ്ട ഉടനെ ആ കാളിയമ്മ എന്നെ കൊണ്ട് പറയിച്ചതാ. വരുന്നതൊരു രക്തരക്ഷസ. സകലകലാ വല്ലഭ, പ്രധാന വില്ലത്തി, വഴക്കിടാൻ മുന്നിൽ നിൽക്കുന്നവൾ. നിങ്ങൾ അല്പം ഒന്ന് താഴ്ന്നു കൊടുത്താൽ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാവും. നിങ്ങൾ പറഞ്ഞതൊക്കെ മതി. പോവാൻ നോക്ക്. താങ്ക് യു. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് സ്വാമി. നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം. അമ്മ കാളി മഹാമായിയാണ് പറയുന്നത്. മധുര മീനാക്ഷിയാണ് പറയുന്നത്. അമ്മ കാളി മഹാമായ പറയുന്നു. മധുര മീനാക്ഷി പറയുന്നു. അമ്മ മഹാമായ പറയുന്നു. എന്താ ഏട്ടാ ഇതൊക്കെ? ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നേ? അതൊക്കെ വിടു വസുന്ധര. ഇതൊക്കെ ആരെങ്കിലും കാര്യമായിട്ട് എടുക്കോ? അത് മാത്രമല്ല, നമുക്കിടയിലേക്ക് ആര് വരാനാ? എന്താന്നറിയില്ല ഏട്ടാ, എനിക്കത് കേട്ടപ്പോ പേടിയാവുക. ഗണ്ണെടുത്ത് MLA വരെ ഭയപ്പെടുത്തിയ വസുന്ധര തന്നെയാണോ ഈ പറയുന്നത്? താൻ പേടിക്കുന്നതിൽ ഒരു അർത്ഥമില്ല വസുന്ധരെ. ഞാൻ പോയി സാമ്പാർ എടുത്തിട്ട് വരാം. ഒരാപത്തും വരില്ലെങ്കിൽ പിന്നെ അയാൾ എന്തിനാ ഞങ്ങളോട് അങ്ങനെയൊക്കെ സംസാരിച്ച്? അതുപോട്ടെ, വരാൻ പോകുന്നത് ആരാ? എന്താ ആഫ്റ്റർ ഓൾ ഇഡലിയും വടയും വിൽക്കുന്നവന്റെ അടുത്ത് വരെ പോയി നിങ്ങൾ വഴക്കുണ്ടാക്കിയോ? റോഡ് സൈഡിലെ ബെഗറിന്റെ അടുത്ത് വരെ പോയി തോറ്റിരിക്കുന്നു. അവര് ബെഗേഴ്സ് ഒന്നും അല്ല മാഡം, ഒരു കാലത്ത് ഒരു വലിയ ആൾക്കാരായിരുന്നവരാ. അവരാരായിരുന്നാൽ എനിക്കെന്താ? നമ്മുടെ പിന്നിൽ 25 നാടുകളുണ്ട്, ആയിരക്കണക്കിന് ജനങ്ങളുമുണ്ട്. അങ്ങനെയുള്ള നമ്മൾ തോറ്റുപോകാനോ? അവരൊക്കെ ഒരു വല്ലാത്ത ടൈപ്പാ. ആരെയും ഭയക്കില്ല, ആരുടെ മുന്നിലും തലകുനിക്കില്ല, ആര് പറഞ്ഞാലും കേൾക്കത്തുമില്ല. ഞാൻ അവനെ കൊണ്ട് അനുസരിപ്പിക്കാം. അവൻ തല കുനിച്ചുകൊണ്ട് നിങ്ങളുടെ കാൽ ചുവട്ടി വന്ന് വീഴും. അതിനുശേഷം അവരെ കൊന്നിട്ട് നമുക്ക് നാട്ടിലേക്ക് പോവാം. Hey baby.
ഹേ ബേബി. ഡോ കാർ നിർത്ത്. എന്തിനാ മോളെ? ഒരുത്തൻ എന്നെ സൈറ്റ് അടിച്ചോണ്ടിരിക്കുക. അവനോട് ഐ ലവ് യു പറഞ്ഞിട്ട് വരാം. ഹായ്, ഐ എം സന്തോഷ്. വണ്ടി എടുക്ക്. മാഡം വേണ്ട മാഡം, വിട് മാഡം. അയ്യോ മാഡം, മാഡം വിട് മാഡം. വേണ്ട മാഡം, മാഡം വിട് മാഡം പ്ലീസ്. അയ്യോ മാഡം വിട് മാഡം. അയ്യോ അയ്യോ മാഡം വിട് മാഡം. അയ്യോ അയ്യോ മാഡം വേണ്ട. അയ്യോ മാഡം വിട് മാഡം പ്ലീസ് മാഡം. അയ്യോ മാഡം, മാഡം നിർത്ത് വിട്ടേക്ക് മാഡം. മോളെ. അയ്യോ അയ്യോ ഇനി സ്പീഡ് വണ്ടി പോട്ടെ. അയ്യോ അമ്മേ. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? എന്റെ റേഞ്ച് എന്താണെന്ന് നിനക്കറിയോ? അങ്ങനെയുള്ള എന്നെ സൈറ്റ് അടിക്കാറായോ നീ? ഹോൺ അടിച്ച് കളിക്കുന്നു. മാഡം മാഡം തെറ്റ് പറ്റിയതാണ് മാഡം, ക്ഷമിക്കും മാഡം. എന്നെ പോലൊരു പെണ്ണ് നിന്നെ പോലൊരുത്തനെ നോക്കുമെന്ന് നീ പ്രതീക്ഷിച്ചോ? ഞാനൊരുത്തനെ സ്നേഹിക്കണമെങ്കിൽ അവനൊരു റേഞ്ച് ഉണ്ടായിരിക്കണം, അർഹതയുണ്ടായിരിക്കണം. അവൻ എന്നെ പോലെ അഹങ്കാരവും സാമർത്ഥ്യവും ധൈര്യവും എല്ലാം ഉണ്ടായിരിക്കണം. അവനെ കാണുമ്പോ ഞാനൊരു പെൺകുട്ടിയാണെന്ന് എനിക്ക് ഓർമ്മ വരണം. അങ്ങനെ ഒരാളെ കണ്ടെത്താത്തതുകൊണ്ടാ ഞാൻ ഇന്നും അവിവാഹിതയായിരിക്കുന്നത്. അപ്പൊ മാഡം ഇതൊരു കല്യാണം കഴിച്ചിട്ടില്ലല്ലേ? ഇപ്പൊ ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? എന്റെ റേഞ്ചിനും സ്വഭാവത്തിനും ചേരുന്നവനെ നീ കണ്ടെത്തിയ എന്നോട് പറയും. പ്രേമിച്ച് ഞാൻ കല്യാണം കഴിച്ചോളാം. ഞാൻ അവന് സ്ത്രീധനവും കൊടുക്കാം. മേലി സൂക്ഷിച്ചോ. അതാണ് മോളെ അബ്രഹാമിന്റെ വീട്. അവളാരാ? അഭിരാമിന്റെ ഭാര്യ വസുന്ധരയാ മാഡം. അതല്ല അഭിരാമിന്റെ കുട്ടികളാ. ഇറങ്ങടോ. എന്താ മോളെ ചെയ്യാൻ പോകുന്നേ? അവളല്ലേ ചേട്ടന്റെ തലയിൽ ഗണ്ണ് ചൂണ്ടി ചേട്ടനെ വരട്ടിയത്. അവളെ ഇടിച്ച് കൊല്ലാൻ പോവാ. വേണ്ട മോളെ, ഇപ്പൊ എനിക്ക് ജാമ്യം കിട്ടിയതല്ലേ ഉള്ളൂ. ആ വസുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ നീയും ഞാനും കൂടി ജയിലിൽ പോകേണ്ടി വരും. നരകത്തിൽ പോകേണ്ടി വന്നാലും കുഴപ്പമില്ല ഏട്ടാ. നമ്മുടെ മാനം ഇല്ലാതാക്കി അവരുടെ ജീവൻ എനിക്ക് വേണം. മോളെ എടി, ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട മോളെ, ഞാൻ പറയുന്നത് കേൾക്ക് മോളെ. ആരാ നിങ്ങളോ? അയ്യോ ഏട്ടാ, ഏട്ടാ. മോളെ വേണ്ട മോളെ, വേണ്ട 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 മോളെ.
ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട മോളെ, വേണ്ട. എനിക്ക് നീയല്ലേ ഉള്ളൂ. ഞാൻ പറയുന്നത് കേൾക്ക്. ഏട്ടാ. കാവേരി, ഒന്ന് ചെയ്യണ്ട മോളെ, ഒന്ന് ചെയ്യരുത്. ഏട്ടാ എന്താ പട്ടാ പകലിങ്ങനെ സ്വപ്നം കാണുന്നേ? സ്വപ്നമായിരുന്നു ഇത്. അപ്പൊ നീ എല്ലാവരെയും കൊന്നില്ലേ? നിങ്ങളുടെ തലയിലെ നട്ടും ബോൾട്ടും ഒക്കെ ഇളകി പോയോ? അവളെ എന്തിനാ ഞാൻ കൊല്ലുന്നേ? മരണഭയം എന്താണെന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ കാൽച്ചുവട്ടി കൊണ്ടുവരും ഞാൻ. ചേട്ടൻ കാറിൽ തന്നെ ഇരുന്നോളൂ. ഞാൻ അവിടെ പോയി ആ കുട്ടികളെ ഇങ്ങോട്ട് അയക്കാം. കുറച്ചു നേരം അവരെ കാറിൽ തന്നെ ഇരുത്തിക്കൊള്ളൂ. കുട്ടികളെ കയറ്റാൻ വേണ്ടി കാറ് കുറച്ച് അടുത്തേക്ക് കൊണ്ട് നിർത്തിക്കോ. ഹായ് മക്കളെ. ആരാ നിങ്ങൾ? നിങ്ങൾ കണ്ടുപിടിക്കുമോ നോക്കട്ടെ. നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് ശരിയാണല്ലോ. ഞാൻ നിങ്ങളുടെ അച്ഛന്റെ കുട്ടിക്കാലത്തെ ക്ലാസ്മേറ്റാ. ആണോ? അച്ഛൻ വീട്ടിൽ തന്നെയുണ്ട്. വാ ആന്റി. ആ വേണ്ട വേണ്ട. ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളുടെ അച്ഛനെ ഞാൻ കാണാൻ പോവല്ലേ. ഒരു സർപ്രൈസ് കൊടുക്കാം അല്ലേ? നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ അതാ അവിടെ ഒരു കാർ കിടപ്പുണ്ട്. ചെന്ന് അതിനകത്ത് കയറിയിരിക്കെ. ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. ഓക്കേ. എന്നാ മക്കളെ, ചോക്ലേറ്റ് കഴിക്കാൻ. വണ്ടി എടുക്ക. ശരി സാർ. വീട്ടിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ആരാ അത് ആരാ വസുന്ധരെ? എനിക്ക് ചേരുന്നവൻ, ഞാൻ ആഗ്രഹിച്ചവൻ, അങ്ങനെ ഒരുത്തനെ കിട്ടി. ഹലോ, നിങ്ങളോടാ. ആരാ നിങ്ങള്? പുറത്ത് കളിച്ചോണ്ട് നിന്നത് നിങ്ങളുടെ കുട്ടികളാണോ? അതെ. എന്താ? കുട്ടികൾ എവിടെയാട്ടാ? ജസ്റ്റ് ഇപ്പഴാ ആരോ വന്ന് കളിച്ചോണ്ട് നിന്ന കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത്. അവരെ തടയാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷെ തടയാൻ കഴിഞ്ഞില്ല. സോറി. ആ കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാ വന്നത്. വസുന്ധര, അവിടെ നോക്ക്. നീയും വാ കാർത്തികേ. നമ്മൾ പോയി അന്വേഷിക്കുന്നത് പോലെ അഭിനയിക്കാം. ഇല്ലെങ്കിൽ നമ്മളെ സംശയിക്കും അവര്. പിള്ളേരെ തട്ടിക്കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? ആ ശരി, വാ നോക്കാം.
വാ. അനു അനു കീർത്തി കീർത്തി അനു അനു